everyone, welcome to Disha Academy. Disha Academyയുടെ പുതിയൊരു യൂട്യൂബ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും വെൽക്കം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ റെയിൽവേയുടെ ഒരു വർഷത്തെ കലണ്ടർ പബ്ലിഷ് ചെയ്തു. എക്സാംസ് ഒക്കെ ALP എക്സാം ഓൾറെഡി വിളിച്ചു കഴിഞ്ഞു. ജൂണിലാണ് എക്സാം. ALP ടെക്കിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ആൻഡ് റെയിൽവേയുടെ മെയിൻ ആയിട്ടുള്ള എല്ലാ എക്സാംസും ഈ വർഷം ഉണ്ട് അല്ലേ? റെയിൽവേ RRB JE ഉണ്ട്, RRB NTPC, ഗ്രൂപ്പ് D, RPF. സോ റെയിൽവേയുടെ കലണ്ടർ ഈ വർഷത്തെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അതിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ നിങ്ങൾക്കായിട്ട് റെയിൽവേയുടെ പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, പ്രീവിയസ് ക്വസ്റ്റ്യൻ്റെ. ഇപ്പോൾ റെയിൽവേയിൽ ഇതുവരെ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. അതിൻ്റെ ഒരു സീരീസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നിങ്ങളുടെ പ്രിപ്പറേഷനിൽ നിങ്ങളോടൊപ്പം ഞാനും ഇനി ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ തന്നെ ദിശ അക്കാഡമിക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ, ഓഫ്ലൈനായിട്ട് 4 ബ്രാഞ്ചസ് ആണ് നമുക്കുള്ളത്. കൊട്ടാരക്കരയുണ്ട്, ട്രിവാൻഡ്രം ഉണ്ട്, കോഴിക്കോടുണ്ട്, അതുപോലെ കൊല്ലത്ത് ഷോർട്ട്ലി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് നമ്മുടെ അക്കാഡമി. സോ ഓഫ്ലൈനായിട്ട് വന്ന് പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാരെല്ലാം തന്നെ വന്ന് അഡ്മിഷൻ എടുത്ത് ഓഫ്ലൈനായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ നമുക്ക് ദിശയുടെ ആപ്പുണ്ട്, ഓൺലൈൻ ആപ്പുണ്ട്. ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ ഓൺലൈനായിട്ട് SSCയുടെ റെയിൽവേയുടെ എല്ലാ ക്ലാസ്സസ്, റെഗുലർ ആയിട്ടുള്ള ക്ലാസ്സസ് എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. സോ അതും കൂടി നിങ്ങളൊന്ന് മൈൻഡിൽ വെച്ചേക്കുക. അപ്പോൾ നമുക്ക് ഈ എല്ലാ വീക്കിലും നിങ്ങൾക്ക് ഓരോ ക്ലാസ് വീതം എന്തായാലും റെയിൽവേയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങൾ എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കാമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിത് എല്ലാ ക്വസ്റ്റ്യൻസും എക്സാമിന് മുമ്പായിട്ട്, നിങ്ങളുടെ ഓരോ റെയിൽവേയുടെ എക്സാമിന് മുമ്പായിട്ടും നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്തു തീർക്കാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ നമുക്ക് റെയിൽവേ ആകുമ്പോഴത്തേക്കും റെയിൽവേയുടെ CBDT 1 ഉള്ള എക്സാംസ് എന്ന് വെച്ചാൽ 2 ടയറുള്ള എക്സാംസ് ഉണ്ട്, ഒറ്റ പരീക്ഷ മാത്രമുള്ള എക്സാംസ് ഉണ്ട്. അപ്പോൾ എല്ലാത്തിനും ടയർ 1 അല്ലെങ്കിൽ ഒറ്റ പരീക്ഷ ഉള്ളെങ്കിൽ ആ ഒരു ഭാഗം എന്ന് പറയുന്നത് നോൺ ടെക്നിക്കൽ ആണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പം നോൺ ടെക്നിക്കൽ എന്ന് പറയുമ്പം ആർക്കെങ്കിലും അറിയത്തില്ലെങ്കിൽ അത് പറയാനാണ്. നോൺ ടെക്നിക്കൽ എന്ന് പറയുമ്പോൾ അതിൽ വരുന്നത് മാത്സ്, റീസണിങ്, അതുപോലെ GK ക്വസ്റ്റ്യൻസ് കുറവായിരിക്കും. ജനറൽ നോളജ്, പ്രയോറിറ്റി അല്ലെങ്കിൽ വെയിറ്റേജ് എന്ന് പറയുന്നത് ജനറൽ സയൻസ് സബ്ജക്റ്റിനാണ്. സോ ജനറൽ സയൻസും GKയും മാത്സും റീസണിങ്ങുമാണ് റെയിൽവേയുടെ ഈ പറയുന്ന എല്ലാ എക്സാമുകളും. ഇപ്പോൾ RRB JE ആയാലും RRBയുടെ NTPC ആയാലും ഗ്രൂപ്പ് D ആണെങ്കിലും NTPC പിന്നെ 2 ടയറും പ്യൂർലി നോൺ ടെക്നിക്കലാണ്, നിങ്ങൾക്കറിയാം. ബാക്കി ടെക്നിക്കൽ വരുന്ന എക്സാം ആണെങ്കിലും നോൺ ടെക്നിക്കൽ എക്സാം ആണെങ്കിലും ടയർ 1 എന്ന് പറയുന്നത് പ്യൂർലി ഈ പറയുന്ന മാത്സും റീസണിങ്ങും GKയും ജനറൽ സയൻസുമാണ്. ഇംഗ്ലീഷ് ഇല്ല എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം ഈ ജനറൽ സയൻസിന് വെയിറ്റേജ് കൂടുതലാണ്. അപ്പം അത് കൃത്യമായിട്ട് പ്രത്യേകിച്ച് ഇപ്പോൾ റെയിൽവേ എക്സാം പ്രിപ്പയർ ചെയ്യുന്നവർ കൂടുതലായിട്ട് റെഫർ ചെയ്യുന്ന ഒരു ബുക്ക് YCTയുടെ ബുക്കാണ്. YCT പബ്ലിക്കേഷൻസിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള കണ്ടന്റ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ടെക്സ്റ്റ് റെഫർ ചെയ്താൽ കുറച്ച് നല്ലതായിരിക്കും. ആ ടെസ്റ്റിൻ്റെ പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, ക്വസ്റ്റ്യൻസ് എല്ലാം റിപ്പീറ്റഡ് ആണ്. റെയിൽവേയുടെ ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻസ് എല്ലാം റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സോ പ്രീവിയസ് ക്വസ്റ്റ്യൻ്റെ അത് ഇതുവരെ ചോദിച്ചിട്ടുള്ള റെയിൽവേയുടെ ക്വസ്റ്റ്യൻസ് തന്നെ വായിച്ച് അതിൻ്റെ എക്സ്പ്ലനേഷൻ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു കോൺഫിഡൻസ് കിട്ടും. നിങ്ങൾക്ക് നന്നായിട്ട് എക്സാമിനെ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്ത് എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി എടുത്തിരിക്കുന്നത് റെയിൽവേയിൽ ചോദിച്ചിട്ടുള്ള ഒരു വളരെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു 10 ക്വസ്റ്റ്യൻസ് ആണ് എടുത്തിരിക്കുന്നത്, അതിൻ്റെ എക്സ്പ്ലനേഷൻസും. അപ്പം ഇന്ന് നമുക്ക് ആ ഒരു 10 ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. ഓക്കെ, റെഡി ആണല്ലോ? സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ നിങ്ങൾ, ഹു വാസ് ദ ഫൗണ്ടർ ഓഫ് ദി പ്രാർത്ഥന സമാജ്? പ്രാർത്ഥന സമാജ് ഫൗണ്ടർ ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. ഇത് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പല എക്സാമുകൾക്കും, ഈവൻ റെയിൽവേ മാത്രമല്ല പല എക്സാമുകൾക്കും റിപ്പീറ്റഡ് ആയിട്ട് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് പ്രാർത്ഥന സമാജിന്റെ ഫൗണ്ടർ ആരാണെന്നുള്ളത്. പ്രാർത്ഥന സമാജിന്റെ ഫൗണ്ടർ ആണ് ആത്മറാം പാണ്ഡുരംഗ്. ആരാണ്? ആത്മറാം പാണ്ഡുരംഗ്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആണെന്ന് പറഞ്ഞു, അതുകൊണ്ട് തന്നെ അത് പഠിച്ചു വെക്കുക. ഇനിയും ചോദിക്കാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. പ്രാർത്ഥന സമാജിന്റെ ഫൗണ്ടർ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ആത്മറാം പാണ്ഡുരംഗ് ആണ്. ഇനി മനസ്സിലാക്കുക, ഈ പ്രാർത്ഥന സമാജ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ചോദിച്ചാൽ 1867 പ്രാർത്ഥന സമാജ് എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്, 1867 പ്രാർത്ഥന സമാജിന്റെ ഫൗണ്ടർ ആരാണ്?
ആത്മറാം പാണ്ഡുരംഗ് ആണ്. ഈ ആത്മറാം പാണ്ഡുരംഗ് എന്ന് പറയുന്ന വ്യക്തി ഈ മഹാരാഷ്ട്ര റിനേസൻസിൽ ഒരു പ്രധാനപ്പെട്ട റോള് വഹിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഹി പ്ലേഡ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ മഹാരാഷ്ട്ര റിനേസൻസ്. സോ മഹാരാഷ്ട്ര റിനേസൻസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോള് വഹിച്ച വ്യക്തിയാണ് ആത്മറാം പാണ്ഡുരംഗ് എന്ന് പറയുന്നത്. അദ്ദേഹം 1867 അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ സമാജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ പ്രാർത്ഥനാ സമാജ് വളരെ സോഷ്യൽ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ കൂടിയാണ് പ്രാർത്ഥനാ സമാജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പ്രാർത്ഥനാ സമാജിന്റെ മൗത്ത് പീസ് ആണ് സുബോധ പത്രിക. ഓക്കെ, അപ്പൊ പ്രാർത്ഥനാ സമാജിന്റെ മൗത്ത് പീസ് എന്താണ്? സുബോധ പത്രികയാണ്. അപ്പൊ പ്രാർത്ഥനാ സമാജ്, ആത്മറാം പാണ്ഡുരംഗ്, ഇയർ ചോദിച്ചാൽ 1867, അതിൻ്റെ മൗത്ത് പീസ് ഏതാണെന്ന് ചോദിച്ചാൽ സുബോധ പത്രികയാണ്. ഇനി അവിടെ ഒരു കാര്യം കൂടി മനസ്സിലാക്കാം, ഈ പ്രാർത്ഥനാ സമാജിന് സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എൻകറേജ് ചെയ്തിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ്, ഒരു റിനേസൻസ് ലീഡറാണ് വീരേശലിംഗം പന്തലു. ഓക്കെ, ഇദ്ദേഹം തെലുങ്ക് റിനേസൻസ് റിഫോമർ ആണ് വീരേശലിംഗം പന്തലു. അപ്പൊ സൗത്ത് ഇന്ത്യയിൽ ഈ പ്രാർത്ഥനാ സമാജിനെ ഏറ്റവും കൂടുതൽ എൻകറേജ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് വീരേശലിംഗം പന്തലു. സോ പ്രാർത്ഥനാ സമാജുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പോയിന്റ്സ് ആണ്. പ്രാർത്ഥനാ സമാജ് അതിന്റെ ഫൗണ്ടർ ആത്മറാം പാണ്ഡുരംഗ് ആണ്. ഫൗണ്ടഡ് ഇൻ 1867 പ്രാർത്ഥനാ സമാജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്രാർത്ഥനാ സമാജിന്റെ മൗത്ത് പീസ് ഏതാണെന്ന് ചോദിച്ചാൽ സുബോധ പത്രികയാണ്. പ്രാർത്ഥനാ സമാജിന് സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എൻകറേജ് ചെയ്തിട്ടുള്ള റിനേസൻസ് ലീഡർ ആരാണെന്ന് ചോദിച്ചാൽ വീരേശലിംഗം പന്തലു ആണ്. ഓക്കെ, അപ്പൊ പ്രാർത്ഥനാ സമാജ്, ആത്മറാം പാണ്ഡുരംഗ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഓർഗനൈസേഷനുകൾ എപ്പോഴും എക്സാമിന് ചോദിക്കാറുണ്ട്. ഈ റിപ്പീറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഓർഗനൈസേഷനാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഈ പ്രാർത്ഥനാ സമാജ് പോലെ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന 4-5 ഓർഗനൈസേഷനാണ് ഇത്. ഓക്കെ, ആര്യ സമാജ്, നിങ്ങൾ ഈ ക്ലാസ് കേൾക്കുന്ന എല്ലാവരും ഇത് കേട്ടിട്ടുണ്ടാവും അല്ലേ, ആര്യ സമാജ് എന്നുള്ളത്. ആര്യ സമാജ് ആരുടെയാണെന്ന് ചോദിച്ചാൽ ഫൗണ്ടർ സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ഓക്കെ, സ്വാമി ദയാനന്ദ സരസ്വതിയുടെയാണ് ആര്യ സമാജ്. ഏതാണ് വർഷം? 1875. ആര്യ സമാജ് വർഷം ഉൾപ്പെടെ ഇമ്പോർട്ടൻ്റ് ആണ്. ആര്യ സമാജിന്റെ വർഷവും എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. സോ ആര്യ സമാജ് ഇൻ ദ ഇയർ 1875. എവിടെയാണ് അത് ആര്യ സമാജ് സ്റ്റാർട്ട് ചെയ്യുന്നത് ചോദിച്ചാൽ മുംബൈ, ബോംബെയിലാണ്. ആരാണ് അതിന്റെ ഫൗണ്ടർ എന്ന് ചോദിച്ചാൽ സ്വാമി ദയാനന്ദ സരസ്വതി. അപ്പൊ മറക്കത്തില്ലല്ലോ, ആര്യ സമാജ്, സ്വാമി ദയാനന്ദ സരസ്വതി, വർഷം 1875. എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ചോദിച്ചാൽ ബോംബെ ആണ്, അല്ലെ മുംബൈ. ബ്രഹ്മസമാജ് 1828. ബ്രഹ്മസമാജിന്റെ വർഷം അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ബ്രഹ്മസമാജ് ആരുടെയാണെന്ന് അറിഞ്ഞിരിക്കുക, രാജാറാം മോഹൻ റോയ് കൊൽക്കത്തയിൽ സ്റ്റാർട്ട് ചെയ്ത ഓർഗനൈസേഷനാണ് ബ്രഹ്മസമാജ്. നെക്സ്റ്റ് ആത്മീയ സഭ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആത്മീയ സഭയുടെ വർഷം ഉൾപ്പെടെ ഇമ്പോർട്ടൻ്റ് ആണ്. ആത്മീയ സഭ വർഷം 1815 ആണ്. ആരുടെയാണെന്ന് ചോദിച്ചാൽ രാജാറാം മോഹൻ റോയ്. എവിടെയാണെന്ന് ചോദിച്ചാൽ കൊൽക്കത്തയാണ്. ഓക്കെ, ആത്മീയ സഭ. അപ്പൊ ബ്രഹ്മസമാജ് ആൻഡ് ആത്മീയ സഭ രണ്ടും ആരുടെയാണെന്ന് ചോദിച്ചാൽ രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയ് എന്ന് പറയുമ്പോൾ ഫാദർ ഓഫ് ഇന്ത്യൻ റിനേസൻസ് ആണ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവാണ് രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയിയുടെ ഈ ആത്മീയ സഭ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കുന്നതാണ്. ഓക്കെ, ദെൻ തത്വബോധിനി സഭ ഇൻ ദ ഇയർ 1839. വർഷം അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ബട്ട് തത്വബോധിനി സഭ ആരുടെയാണെന്ന് ചോദിച്ചാൽ ദേവേന്ദ്രനാഥ ടാഗോറിൻ്റെയാണ്. തത്വബോധിനി സഭ ആരുടെയാണ്? ദേവേന്ദ്രനാഥ ടാഗോർ. ദെൻ രാമകൃഷ്ണ മിഷൻ. എഗെയിൻ ഇതൊരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, ഏത് രാമകൃഷ്ണ മിഷൻ എന്നുള്ളത്. രാമകൃഷ്ണ മിഷൻ വർഷം ഉൾപ്പെടെ നിങ്ങൾ പഠിക്കണം. 1897 രാമകൃഷ്ണ മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് എവിടെയാണെന്ന് ചോദിച്ചാൽ ബേലൂർ. അതിൻ്റെ സ്ഥലം ഉൾപ്പെടെ ഇമ്പോർട്ടൻ്റ് ആണ്. ആരുടെയാണെന്ന് ചോദിച്ചാൽ സ്വാമി വിവേകാനന്ദൻ്റെയാണ്. സ്വാമി വിവേകാനന്ദൻ അദ്ദേഹത്തിൻ്റെ ഗുരുവായ ശ്രീരാമകൃഷ്ണ പരമഹംസയുടെ ഐഡിയാസ്, അദ്ദേഹത്തിൻ്റെ ഐഡിയോളജീസ് ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് മോട്ടിവേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സ്വാമി വിവേകാനന്ദൻ സ്റ്റാർട്ട് ചെയ്ത ഓർഗനൈസേഷനാണ് രാമകൃഷ്ണ മിഷൻ എന്നുള്ളത്. 1897 സ്ഥലം എവിടെയെന്ന് ചോദിച്ചാൽ ബേലൂറാണ്. ദെൻ സെർവൻസ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി, ഇതും എക്സാമുകളിൽ ചോദിക്കുന്നതാണ്. സെർവൻസ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പറയല്ലേ ഗോപാലകൃഷ്ണ ഗോഖലെയുടെയാണ്. ഗോഖലെ അത് 1905 സ്റ്റാർട്ട് ചെയ്ത
ഓർഗനൈസേഷനാണ് സെർവൻസ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി. ഇതിൽ ഈ തന്നിരിക്കുന്ന ഓർഗനൈസേഷനുകളിൽ നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടതാണ്. ഒന്ന് ആര്യ സമാജ്, ദെൻ ആത്മീയ സഭ, രാമകൃഷ്ണ മിഷൻ എന്നുള്ളത്. അത് മൂന്നും സ്ഥിരം ചോദിക്കുന്നതാണ്. സോ നിങ്ങൾ എൻ്റെ ഒപ്പം പറഞ്ഞേ, ആര്യ സമാജ് ആരുടെയാണ്? സ്വാമി ദയാനന്ദ സരസ്വതി 1875. ദെൻ ആത്മീയ സഭ രാജാറാം മോഹൻ റോയ് 1815 കൊൽക്കത്ത. ദെൻ രാമകൃഷ്ണ മിഷൻ 1897 ബേലൂർ സ്വാമി വിവേകാനന്ദൻ. ഓക്കെ, അപ്പോൾ അത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോയാലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. പട്ടചിത്ര style of painting is one of the oldest and most popular art forms of which of the following state? പട്ടചിത്ര, പട്ടചിത്ര style of painting. പട്ടചിത്ര എന്ന് പറയുന്നത് ആക്ച്വലി ഇസ് എ ഫോക്ക് പെയിൻറ്റിംഗ് ആണ്. ആൻഡ് ദ ഓൾഡസ്റ്റ് ആൻഡ് മോസ്റ്റ് പോപ്പുലർ ആർട്ട് ഫോം ആണ് പട്ടചിത്ര സ്റ്റൈൽ ഓഫ് പെയിൻറ്റിംഗ് എന്ന് പറയുന്നത്. ഫോക്ക് പെയിൻറ്റിംഗ് ആണ്. ഇത് ഏത് സ്റ്റേറ്റിൻ്റെ ആണെന്നാണ് ക്വസ്റ്റ്യൻ. ഈ പട്ടചിത്ര എന്ന് പറയുന്നത് ഒഡീഷയുടെ ആർട്ട് ഫോം ആണ് കേട്ടോ, ഫോക്ക് പെയിൻറ്റിംഗ് ആണ്. ഇനി ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഒഡീഷയിൽ മാത്രമല്ല വെസ്റ്റ് ബംഗാളിലും ഈ ആർട്ട് ഫോം ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് ഓപ്ഷൻ അനുസരിച്ച് നിങ്ങൾ ആൻസർ ചെയ്യുക. പട്ടചിത്ര ചോദിച്ചാൽ ആൻസർ ഒഡീഷ തന്നെയാണ് എഴുതേണ്ടത്. പക്ഷേ വെസ്റ്റ് ബംഗാളിലും പട്ടചിത്ര സ്റ്റൈൽ ഓഫ് പെയിൻറ്റിംഗ് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. ഇതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, ഈ ഒഡീഷയിലാണെങ്കിൽ ഈ പട്ടചിത്ര എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ട്രഡീഷണൽ ക്ലോത്ത് ബേസ്ഡ് പെയിൻറ്റിംഗ് ആണ്. ഈ ക്ലോത്തിൽ ഇങ്ങനെ എന്താണ് പെയിൻറ്റിങ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. ട്രഡീഷണൽ പെയിൻറ്റിംഗ്, ക്ലോത്ത് ബേസ്ഡ് പെയിൻറ്റിംഗ് ആണ് ഈ പട്ടചിത്ര എന്ന് പറയുന്നത്. ഒഡീഷയിലെന്ന് വെച്ചാൽ ആ പെയിൻറ്റിങ്ങിൽ ലൈഫ് ഓഫ് കൃഷ്ണൻ്റെ ലൈഫുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പെയിൻറ്റിംഗ് ആയിരിക്കും ഒഡീഷയിൽ വരുന്നതെല്ലാം. ഒഡീഷയിൽ ഈ പട്ടചിത്ര പെയിൻറ്റിംഗ് എന്ന് പറയുമ്പോൾ അവിടെ കാണിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ലോർഡ് കൃഷ്ണയുടെ ലൈഫാണ്. ഓക്കെ, പക്ഷേ വെസ്റ്റ് ബംഗാളിൽ വരുമ്പം അത് ദുർഗാദേവിയാണ് കാണിക്കുന്നത്. ദുർഗാദേവിയുടെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പെയിൻറ്റിംഗ് ആണ് വെസ്റ്റ് ബംഗാളിൽ വരുന്നത്. ഒഡീഷയിലാണെന്നുണ്ടെങ്കിൽ അത് കൃഷ്ണയുടെ ലൈഫായിട്ടാണ് എവിടെ കാണിക്കുന്നത്. രാധാകൃഷ്ണയാണ് ഒഡീഷയിൽ വരുന്നത്. ഇവിടെ രാധാകൃഷ്ണ, ഒഡീഷയിലാണെങ്കിൽ അത് രാധാകൃഷ്ണ ലൈഫാണ്. വെസ്റ്റ് ബംഗാളിലാണെങ്കിൽ ദുർഗാദേവിയുടെ ലൈഫുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് പെയിൻറ്റിംഗ് ആയിട്ട് വെസ്റ്റ് ബംഗാളിൽ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് പട്ടചിത്ര എന്ന് പറയുന്നത്. അപ്പോൾ പട്ടചിത്ര സ്റ്റൈൽ ഓഫ് പെയിൻറ്റിംഗ് എന്ന് പറയുന്നത് ഏത് സ്റ്റേറ്റിൻ്റെ ആണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ആൻസർ ചെയ്യണം? ഒഡീഷ ചെയ്യണം. ഒഡീഷയിലും ഉണ്ട്, വെസ്റ്റ് ബംഗാളിലും ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. ഒഡീഷയിലാണെങ്കിൽ രാധാകൃഷ്ണ ലൈഫാണ് കാണിക്കുന്നത്. വെസ്റ്റ് ബംഗാളിലാണെങ്കിൽ ദുർഗാദേവിയുടെ ലൈഫാണ് പെയിൻറ്റിംഗ് ആയിട്ട് കാണിക്കുന്നത്. ഓക്കെ, ആൻഡ് അപ്പം നിങ്ങൾ കുറച്ചൊരു ആർട്ട് ഫോംസ് പെയിൻറ്റിങ് മനസ്സിലാക്കണം. മധുബനി, ഇത് എക്സാമിന് ചോദിക്കുന്നതാണ് മധുബനി എന്നുള്ളത്. മധുബനി ബീഹാറിൻ്റെ ആർട്ട് ഫോമാണ്, ആർട്ട് ഫോം ഓഫ് പെയിൻറ്റിംഗ് ആണ്. മധുബനി ബീഹാറാണ്. വാർലി ആർട്ട് ചോദിച്ചാൽ മഹാരാഷ്ട്ര. വാർലി ആർട്ട് എവിടത്തെയാണ്? മഹാരാഷ്ട്രയാണ്. കലംകാരി, അത് മിക്ക ആൾക്കാരും കേട്ടിട്ടുള്ള ഒരു ആർട്ട് പെയിൻറ്റിംഗ് ആണ്. എന്തെന്ന് പറയുന്നത്? കലംകാരി എന്ന് പറയുന്നത്. ആൻഡ് കലംകാരി ആന്ധ്രാപ്രദേശിൻ്റെയും തെലങ്കാനയുടെയും. കലംകാരി ഈസ് നോട്ട് എ ഫോക്ക് ആർട്ട് പെയിൻറ്റിങ് കേട്ടോ, ഫോക്ക് പെയിൻറ്റിങ് അല്ല കലംകാരി എന്ന് പറയുന്നത്. അത് വേറൊരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പെയിൻറ്റിംഗ് ആണ് കലംകാരി. കലംകാരി എവിടെയാണെന്ന് ചോദിച്ചാൽ ആന്ധ്രാപ്രദേശ് ആൻഡ് തെലങ്കാന. മന്ദാന ചോദിച്ചാൽ മധ്യപ്രദേശ് ആൻഡ് രാജസ്ഥാൻ. മന്ദാന എവിടെയൊക്കെയാണ്? മധ്യപ്രദേശും രാജസ്ഥാനും ഉണ്ടെന്ന് മനസ്സിലാക്കാം. മധ്യപ്രദേശ് ആൻഡ് രാജസ്ഥാനാണ് മന്ദാന. കാലിഘട്ട് ചോദിച്ചാൽ കൊൽക്കത്ത. കാലിഘട്ട് എവിടെയാണ്? കൊൽക്കത്ത. സോ മധുബനി ബീഹാർ, വാർലിയാട്ടാണെങ്കിൽ മഹാരാഷ്ട്ര, കലംകാരി ആണെങ്കിൽ ആന്ധ്രാപ്രദേശ് ആൻഡ് തെലങ്കാന, മന്ദാനയാണെങ്കിൽ മധ്യപ്രദേശ് രാജസ്ഥാൻ, കാലിഘട്ട് ആണെന്നുണ്ടെങ്കിൽ കൊൽക്കത്ത. സോ ഇതെല്ലാം ചോദിച്ചിട്ടുള്ളതാണ്. നിങ്ങൾ കറക്റ്റായിട്ട് അത് എഴുതി വെച്ച് പഠിക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിയേ. In which year was the Environment Protection Act passed by the Parliament of India? ഇന്ത്യൻ പാർലമെന്റ് എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് എന്നാണ് പാസ്സാക്കിയിരിക്കുന്നതാണ് ക്വസ്റ്റ്യൻ. പറയാമോ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് പാസ്സാക്കിയിരിക്കുന്നത്? നിങ്ങൾക്ക് അറിയാമോ എന്നാണ് എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് പാസ്സാക്കിയിരിക്കുന്നതെന്ന്? എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് പാസ്സാക്കിയിരിക്കുന്നത് 1986 ആൻഡ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പം എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് എന്നാണ് പാസ്സാക്കിയിരിക്കുന്നത് 1986. ഇത് ആക്ച്വലി ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി, നമുക്കെല്ലാം അറിയാവുന്നൊരു കാര്യമാണ്. ഭോപ്പാൽ ഗ്യാസ് ട്രാജഡിക്ക് ശേഷം എൻവയോൺമെൻ്റ് എല്ലാം മൊത്തത്തിൽ പൊല്യൂട്ടഡ് ആയിട്ടിരിക്കുമ്പോൾ ഗവൺമെൻറ് ഇനാക്ട് ചെയ്തതാണ് ഈ എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറയുന്നത്. പാർലമെൻറ്റ് ഇനാക്ട് ചെയ്ത് വന്ന നിയമമാണ് എൻവയോൺമെൻറ്റ്, പരിസ്ഥിതി സംരക്ഷണം എന്നുള്ള നിയമം.
അതെന്നാണ് പാർലമെൻറ്റ് പാസ്സാക്കിയിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1986 ആണ്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയും എക്സാമിന് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട് പാസ്ഡ് ബൈ ദ പാർലമെൻറ്റ് ഓഫ് ഇന്ത്യ ഇൻ ദ ഇയർ 1986. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ആക്റ്റുകളാണ്. ഒന്ന് എയർ ആക്ട്, എയർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ആക്ട് എന്ന് പറയുന്നത് 1981 പാസ്സാക്കിയിരിക്കുന്ന ആക്റ്റാണ് കേട്ടോ. എയർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട്. വാട്ടർ ആക്ട് എന്നാ നോക്കിയേ 1974. ഫോറസ്റ്റ് റൈറ്റ് ആക്ട് എന്നാ നോക്കിയേ 2007. ഫോറസ്റ്റ് റൈറ്റ് ആക്ട് എന്നാണ് ഫോറസ്റ്റ് റൈറ്റ് ആക്ട് എന്നാണ് പറഞ്ഞത് 2007 ആണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, ഈ എയർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് എന്ന് പറയുന്നത് 1981 വരുന്നത്. എന്നാൽ ഇത് 1987 ഒന്ന് അമെൻഡ് ചെയ്തിട്ടുണ്ട്. അമെൻഡ് ചെയ്തത് നോയിസ് എന്ന് പറയുന്നത് എയർ പൊല്യൂഷൻ്റെ കാറ്റഗറിയിൽ കൊണ്ടുവന്നു എന്നുള്ളതാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. എയർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് എന്ന് പറയുന്നത് 1981 എന്നാൽ 1987 ഇതൊന്ന് അമെൻഡ് ചെയ്തിട്ടുണ്ട്. അമെൻഡ് ചെയ്ത് എന്തിനാണെന്ന് ചോദിച്ചാൽ നോയിസ് എന്ന് പറയുന്നത് എയർ പൊല്യൂഷൻ്റെ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയതാണ് കേട്ടോ. ഇനി ജലത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ആക്ടാണ് വാട്ടർ ആക്ട് ഇൻ ദ ഇയർ 1974. നമുക്കറിയാം നമ്മുടെ നദികൾ തോടുകളെല്ലാം മലിനീകരിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. അന്ന് തൊട്ടേ ഈ പറയുന്ന മലിനീകരണ തോത് വളരെ കൂടുതലാണ്. ഇപ്പം പിന്നെ ഒത്തിരി കൂടി മലിനീകരണ തോത് കൂടുതലാണ്. സോ വെള്ളത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് കൊണ്ടുവന്ന ആക്ടാണ് വാട്ടർ ആക്ട് ഇൻ ദ ഇയർ 1974. ഫോറസ്റ്റ് റൈറ്റ് ആക്ട് നിലവിൽ വരുന്നത് ഇത് തന്നെ ഇനാക്ട് ചെയ്തത് 2006 കേട്ടോ. ഇനാക്ട് ചെയ്ത് 2006 നിലവിൽ വരുന്നത് ഫോറസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്, ഫോറസ്റ്റ് സംരക്ഷിക്കുക എന്ന് പറഞ്ഞു വന്ന ആക്റ്റാണ് ഇൻ ദ ഇയർ 2007. ഓക്കെ, അപ്പം എയർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ആക്ട് 1981, വാട്ടർ ആക്ട് 1974, ഫോറസ്റ്റ് റൈറ്റ് ആക്ട് എന്ന് പറയുന്നത് 2007 ആണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ എൻവയോൺമെൻറ്റ്, ഈ ചാപ്റ്റേഴ്സ് എന്താണെന്ന് ചോദിച്ചാൽ എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട് നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട് എന്നാണ് വന്നത്? എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട് പറഞ്ഞേ. എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട് വരുന്നത് 1986. ഈ ആക്ട് വന്നപ്പോൾ ഇതിനകത്ത് 26 സെക്ഷനുകളും 4 ചാപ്റ്റേഴ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട് 1986 വന്നപ്പോൾ അതിനെ 26 സെക്ഷനുകളായിട്ടും 4 ചാപ്റ്ററുകളായിട്ടും തിരിച്ചിട്ടുണ്ട്. ആ 4 ചാപ്റ്ററുകളാണ് ഈ 1, 2, 3, 4 എന്ന് എഴുതിയിരിക്കുന്നത്. എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ടിൽ ഉൾപ്പെട്ട 4 ചാപ്റ്ററുകളാണ്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ചാപ്റ്റർ 1 പറയുന്നത് പ്രിലിമിനറി ഇൻഫോർമേഷൻസ് ആണ്. ഈ പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രിലിമിനറി ഇൻഫോർമേഷൻസ് ആണ് ഒന്നാമത്തെ ചാപ്റ്ററിൽ പറയുന്നത്. രണ്ടാമത്തെ ചാപ്റ്ററിൽ പറയുന്നത് ജനറൽ പവേഴ്സ് ഓഫ് സെൻട്രൽ ഗവൺമെന്റിനുള്ള ജനറൽ ആയിട്ടുള്ള പവേഴ്സിനെ പറ്റിയിട്ടാണ് ചാപ്റ്റർ 2 പറയുന്നത്. ചാപ്റ്റർ 3 പവർ ടു ടേക്ക് ആക്ഷൻ ടു പ്രൊട്ടക്ട് ദ എൻവയോൺമെന്റ്, പരിസ്ഥിതി സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെല്ലാം ആക്ഷൻസ് എടുക്കാം അതൊക്കെയാണ് ചാപ്റ്റർ 3 പറയുന്നത്. ചാപ്റ്റർ 4 എന്ന് പറയുന്നത് പവർ ടു ഗിവ് ഡിറക്ഷൻ ടു ക്ലോഷർ ഇൻഡസ്ട്രിയൽ പൊല്യൂഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ചാപ്റ്റർ 4 പറയുന്നത്. സോ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ടിൽ 4 ചാപ്റ്ററുകളും 26 സെക്ഷനുകളുമുണ്ട്. ജസ്റ്റ് ആ 4 ചാപ്റ്ററുകൾ എന്തൊക്കെ പറയുന്നു എന്നുള്ളത് ഇവിടെ നിങ്ങൾക്ക് തന്നിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ. അതൊന്ന് വായിച്ച് മനസ്സിലാക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റിനോട്ട് പോകാം. വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ് ഹാസ് ദ ലോങ്സ്റ്റ് മെയിൻലാൻഡ് കോസ്റ്റ് ലൈൻ? ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റിനാണ് ഏറ്റവും കൂടുതൽ മെയിൻലാൻഡ് കോസ്റ്റ് ലൈൻ ഉള്ളത്? ഇപ്പം തന്നെ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾ ആൻസർ ചെയ്ത് കാണും. ഏത് സ്റ്റേറ്റിനാണ്? ഗുജറാത്തിനാണ് അല്ലേ, ഗുജറാത്ത്. ലോങ്സ്റ്റ് മെയിൻലാൻഡ് കോസ്റ്റ് ലൈൻ ഉള്ളത് ഏത് സ്റ്റേറ്റിനാണെന്ന് ചോദിച്ചാൽ ഗുജറാത്ത് ആണ്. ഗുജറാത്ത് കഴിഞ്ഞാൽ ആന്ധ്രാപ്രദേശിനാണ്. ഇനി ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോസ്റ്റ് ലൈൻ ഉള്ള സ്റ്റേറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആന്ധ്രയാണ്. പറയുന്നത് മനസ്സിലായോ നിങ്ങൾക്ക്? ഇന്ത്യയിൽ ഏത് സ്റ്റേറ്റിനാണ് ഏറ്റവും കൂടുതൽ കോസ്റ്റ് ലൈൻ ഉള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗുജറാത്താണ്. സൗത്ത് ഇന്ത്യയിൽ നിന്ന് എടുത്ത് ചോദിച്ചാൽ അത് ആന്ധ്രയാണ്. ആന്ധ്രാപ്രദേശ് രണ്ടാമതുമാണ്, സൗത്ത് ഇന്ത്യയിൽ ആദ്യത്തത് ആന്ധ്രാപ്രദേശിനാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയേണ്ട ഒരു കാര്യം, എത്ര സ്റ്റേറ്റുകൾക്ക് കോസ്റ്റ് ലൈൻ ഉണ്ടെന്നൊന്ന് പറഞ്ഞേ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. എത്ര സ്റ്റേറ്റുകൾക്കാണ് കോസ്റ്റ് ലൈൻ ഉള്ളത്? ഇനി ഇന്ത്യയുടെ മൊത്തത്തിലുള്ള കോസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് 7516.6 കിലോമീറ്റർ ആണ് കേട്ടോ. 7516.6 കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ മൊത്തത്തിലുള്ള മെയിൻലാൻഡ് കോസ്റ്റ് ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിലേറ്റവും കൂടുതലുള്ളത് ഗുജറാത്തിനാണ്, സൗത്ത് ഇന്ത്യ ചോദിച്ചാൽ ആന്ധ്രാപ്രദേശിനാണ്. എത്ര സ്റ്റേറ്റുകൾക്കാണ് കോസ്റ്റ് ലൈൻ ഉള്ളത്? വളരെ സിമ്പിൾ അല്ലേ? നമ്മുടെ ആ ഒരു വെസ്റ്റേൺ സൈഡും അതുപോലെ തന്നെ നമ്മുടെ ഈസ്റ്റേൺ സൈഡും കൂടെ എടുത്താൽ മതി. എത്ര സ്റ്റേറ്റുകൾക്കാണ് കോസ്റ്റ് ലൈൻ ഉള്ളതെന്ന് ചോദിച്ചാൽ 9 സ്റ്റേറ്റുകൾക്കാണ് കോസ്റ്റ് ലൈൻസ് ഉള്ളത്. ഒന്ന് പറയാമോ നിങ്ങൾക്ക് ഏതൊക്കെയാണെന്ന്? ഗുജറാത്ത്, ഓക്കെ, ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, ഓക്കെ, കർണാടക,
എന്നോടൊപ്പം പറഞ്ഞോ. കേരള, ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരള. ദെൻ പറഞ്ഞേ. ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരള, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, വെസ്റ്റ് ബംഗാൾ. ഓക്കെ. ലോങ്സ്റ്റ് മെയിൽ ആൻഡ് കോസ്റ്റൽ എന്നുള്ളത് ഗുജറാത്തിനാണ്. 9 സ്റ്റേറ്റുകൾക്കുണ്ട് എന്ന് പറഞ്ഞു. ഏതൊക്കെയാണ്? ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരള, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ ആൻഡ് വെസ്റ്റ് ബംഗാൾ. ഈ 9 സ്റ്റേറ്റുകൾക്കാണ് മെയിൽ ആൻഡ് കോസ്റ്റലിനുള്ള 9 സ്റ്റേറ്റുകൾ. ഓക്കെ, അതിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ആർക്കാന്ന് ചോദിച്ചാൽ ഗുജറാത്തിനാണ്. ദെൻ ഇനി നിങ്ങൾക്ക് പറയാമോ, സ്പെഷ്യൽ എക്കണോമിക് സോൺ, ഇന്ത്യയിലെ ആദ്യത്തെ സ്പെഷ്യൽ എക്കണോമിക് സോൺ ടാഗ് കിട്ടിയിട്ടുള്ള സീപോർട്ട് ഏതാണെന്ന് പറയാമോ? അത് ഗുജറാത്തിൻ്റെ മേജർ സീപോർട്ടാണ്. ഗുജറാത്തിലെ മേജർ സീപോർട്ട് കൂടിയാണ്. ഏതാണെന്ന് ചോദിച്ചാൽ കാൺലയാണ് കേട്ടോ. കാൺല ഗുജറാത്തിൻ്റെ മേജർ സീപോർട്ട് കാൺലയാണ്. ഇവിടെ സ്പെഷ്യൽ എക്കണോമിക് സോൺ ഇന്ത്യയിൽ കിട്ടിയിട്ടുള്ള സീപോർട്ടാണ് എന്തെന്ന് പറയുന്നത്, കാൺല എന്ന് പറയുന്നത്. ദെൻ ഗുജറാത്തുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1-2 പോയിന്റ്സ് പറയാം. മെയിൻ പോർട്ട് എന്ന് പറയുന്നത് കാൺല, സ്പെഷ്യൽ എക്കണോമിക് സോൺ ഇന്ത്യയിൽ വന്നിട്ടുള്ള പോർട്ടാണ്. ദെൻ ഗീർ നാഷണൽ പാർക്ക്, അറിയാലോ. ഗീർ നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞാൽ ഏഷ്യാറ്റിക് ലയനെ സംരക്ഷിക്കുന്ന ഗീർ നാഷണൽ പാർക്ക് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഗുജറാത്തിലാണ്. ഇനി ഇൻഡസ് വാലി സിവിലൈസേഷൻ, ഇതാണ് ഇവിടെയുണ്ട്. ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ ഭാഗങ്ങളായിട്ടുള്ള സ്ഥലങ്ങൾ ഗുജറാത്തിൽ എവിടേക്കാന്ന് ചോദിച്ചാൽ ലോത്തൽ, ധോളവീര, ഗോളാദോര കേട്ടോ. ലോത്തൽ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ലോത്തൽ, ധോളവീര, ഗോളാദോരയൊക്കെ ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ ഭാഗങ്ങളായിട്ടുള്ള ഗുജറാത്തിലെ സ്ഥലം. മേജർ സീപോർട്ട് കാൺലയാണ്. അതുപോലെ ഈ ഒരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇന്ത്യാസ് ഫസ്റ്റ് ഡിസേബിൾഡ് ഫ്രണ്ട്ലി ബീച്ച് സിറ്റുവേറ്റഡ് ഇൻ ഗുജറാത്ത്. ഗുജറാത്തിൽ സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ള ഇന്ത്യാസ് ഫസ്റ്റ് ഡിസേബിൾഡ് ഫ്രണ്ട്ലി ബീച്ച് തിതൽ ബീച്ചാണ്, ഗുജറാത്തിലാണ്. ഓക്കെ, തിതൽ ബീച്ച് എവിടെയാണ്? ഗുജറാത്തിലാണ്. അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യാസ് ഫസ്റ്റ് ഡിസേബിൾഡ് ഫ്രണ്ട്ലി ബീച്ച് സിറ്റുവേറ്റഡ് ഇൻ ഗുജറാത്ത് എന്ന് പറയുന്നത് തിതൽ ബീച്ചാണ്. തിതൽ ബീച്ച്. ഓക്കെ, ഓക്കെ ആണല്ലോ? നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. In the domain of computers and the internet, what is the full form of URL? കമ്പ്യൂട്ടർ ഡൊമെയിനിൽ URLൻ്റെ ഫുൾ ഫോം എല്ലാവർക്കും അറിയാം. URL എന്താണ്? യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ അല്ലേ? യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ ആണ് URL എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കിയേ, കുറച്ച് വേറെ ഒരു ഡൊമെയിൻസ് നോക്കിയേ. HTTP എല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന തന്നെയാണ്. HTTP ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. റാമും റോമും ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. റാം റാൻഡം ആക്സസ് മെമ്മറിയാണ്. റോം എന്ന് പറഞ്ഞാൽ റീഡ് ഒൺലി മെമ്മറി. മോഡം എന്താണ്? മോഡുലേഷൻ ഡിമോഡുലേഷൻ ആണ്. മോഡം എന്ന് വെച്ചാൽ മോഡുലേഷൻ ഡിമോഡുലേഷൻ. കൊബോൾ ഇതും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. കൊബോൾ കോമൺ ബിസിനസ് ഓറിയന്റഡ് ലാംഗ്വേജ് ആണ്. കൊബോൾ എന്ന് പറയുന്നത് കോമൺ ബിസിനസ് ഓറിയന്റഡ് ലാംഗ്വേജ്. ENIAC പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ENIAC എന്താണ്? ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇൻ്റഗ്രേറ്റർ ആൻഡ് കാൽക്കുലേറ്റർ. എന്താണ് ENIAC? ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇൻ്റഗ്രേറ്റർ ആൻഡ് കാൽക്കുലേറ്റർ. ദെൻ HTML ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ആണ്. HTML എന്ന് പറയുന്നത് HTML ഒക്കെ എക്സാമിന് ചോദിക്കുന്നതാണ്. ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. ദെൻ MICR എന്താണ്? മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റീഡർ എന്നും റെക്കഗ്നിഷൻ എന്നും പറയും. മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റീഡർ ആണ് MICR. ദെൻ OMR എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ ആണ്. OMR ഏതാണ്? ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ. UPS എന്താണ്? അൺഇൻറ്ററപ്റ്റഡ് പവർ സപ്ലൈ ആണ്. UPS എന്താണ്? അൺഇൻറ്ററപ്റ്റബിൾ പവർ സപ്ലൈ. അപ്പം HTTP എന്നോട് പറഞ്ഞേ നിങ്ങൾ. HTTP എന്താണെന്ന് പറഞ്ഞേ? ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. റാം ആൻഡ് റോം. റാം എന്താണ്? റാൻഡം ആക്സസ് മെമ്മറി. റോം ആണെങ്കിൽ റീഡ് ഒൺലി മെമ്മറി. മോഡം മോഡുലേഷൻ ഡിമോഡുലേഷൻ. കൊബോള് കോമൺ ബിസിനസ് ഓറിയന്റഡ് ലാംഗ്വേജ്. ENIAC ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇൻ്റഗ്രേറ്റർ ആൻഡ് കാൽക്കുലേറ്റർ. HTML ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. MICR മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റീഡർ. OMR ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ. UPS എന്താണ്? അൺഇൻറ്ററപ്റ്റഡ് പവർ സപ്ലൈ. ഓക്കെ, അപ്പോൾ നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യൻ റെയിൽവേയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ URL ആയിരുന്നു. URL എന്താണ്? യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. ഓക്കെ, ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ത്രൂ വിച്ച് ഓഫ് ദി ഫോളോയിങ് മീഡിയം ക്യാൻ സൗണ്ട് നോട്ട് ട്രാവൽ? സൗണ്ട് ട്രാവൽ ചെയ്യാത്തത് ഏത് മീഡിയത്തിലൂടെയാണെന്നാണ് ക്വസ്റ്റ്യൻ. സൗണ്ട് ട്രാവൽ ചെയ്യാത്ത മീഡിയം ഏതാണ്? വാക്വം ആണ്. എവിടെയാണ്? വാക്വം.
അപ്പം സൗണ്ട് എന്ന് പറയുന്നത് നമുക്കറിയാം ലോഞ്ചിറ്റ്യൂഡിനൽ മെക്കാനിക്കൽ വേവ്സ് ആണ്. സൗണ്ട് ഈസ് എ ലോഞ്ചിറ്റ്യൂഡിനൽ മെക്കാനിക്കൽ വേവ്സ് എന്ന് വെച്ചാൽ പാരലൽ ആയിട്ടുള്ള മെക്കാനിക്കൽ വേവ്സ് ആണ് സൗണ്ട് എന്ന് പറയുന്നത്. സൗണ്ടിനെ സംബന്ധിച്ചിടത്തോളം സൗണ്ടിന് ട്രാവൽ ചെയ്യാൻ ഒരു മീഡിയം ആവശ്യമാണ്. സോ വാക്വം എന്ന് പറയുമ്പോൾ അവിടെ എന്തെങ്കിലും മീഡിയം ഉണ്ടോ? ഇല്ല. സോ സൗണ്ട് ട്രാവൽ ചെയ്യാത്തത് ഏത് മീഡിയത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വാക്വത്തിലാണ് സൗണ്ട് ട്രാവൽ ചെയ്യാത്തത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സൗണ്ടിന്റെ ഫ്രീക്വൻസി ഏതാണെന്ന് പറയാമോ? ഫ്രീക്വൻസി ഓഫ് സൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? ഹെഡ്സ് ആണ്. ഹെഡ്സ് ആണ് ഫ്രീക്വൻസി ഓഫ് സൗണ്ട്. ഇന്റൻസിറ്റി ഓഫ് സൗണ്ട് ആണ് ചോദിക്കുന്നതെങ്കിൽ അത് ഡെസിബൽ ആണ്. ഡെസിബൽ മനസ്സിലാക്കി വെച്ചേക്കുക. ഫ്രീക്വൻസി ഓഫ് സൗണ്ട് ചോദിച്ചാൽ അത് ഹെഡ്സ് ആണ്. ഇന്റൻസിറ്റി ഓഫ് സൗണ്ട് ആണ് ചോദിക്കുന്നതെങ്കിൽ അത് ഡെസിബൽ ആണ്. ഡെസിബൽ. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു സൗണ്ടിന് സഞ്ചരിക്കാൻ ഒരു മീഡിയം ആവശ്യമാണെന്ന് പറഞ്ഞു. അപ്പം സൗണ്ട് സഞ്ചരിക്കാത്ത ഏതൊഴിയാന്ന് ചോദിച്ചാൽ വാക്വം ആണ്. ഇനി സൗണ്ടിന്റെ സ്പീഡ് എന്ന് പറയുന്നത് ഈസ് ഡിഫറെന്റ് ഇൻ ഡിഫറെന്റ് മീഡിയം. ഓരോ മീഡിയത്തിൽ മാറുന്നതനുസരിച്ച് സൗണ്ടിന്റെ സ്പീഡും ഡിഫറെൻ്റ് ആയിരിക്കും. സൗണ്ട് ഏറ്റവും കൂടുതൽ സ്പീഡുള്ളത് എവിടെയാണെന്ന് ചോദിച്ചാൽ സോളിഡ്സിലാണ്. സോളിഡ്സിൽ സൗണ്ടിന് മാക്സിമം സ്പീഡും അതുപോലെ സൗണ്ടിന് മിനിമം സ്പീഡുള്ളത് ഗ്യാസസിലുമാണ്. ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. മാക്സിമം സ്പീഡ് ഓഫ് സൗണ്ട് എവിടെയാണെന്ന് ചോദിച്ചാൽ സോളിഡ്സിലാണ് ആൻഡ് മിനിമം സ്പീഡ് ഓഫ് സൗണ്ട് എവിടെയാണെന്ന് ചോദിച്ചാൽ ഗ്യാസസിലാണ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യമാണ്, ഇത് മനസ്സിലാക്കുക. സൗണ്ട് ട്രാവൽ ചെയ്യാത്തത് എവിടെയാണ്, ഏത് മീഡിയത്തിലാണെന്ന് ചോദിച്ചാൽ വാക്വം ആണെന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വേർ ഈസ് ദ സെൻട്രൽ പൊട്ടറ്റോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ ലൊക്കേറ്റഡ്? ഇന്ത്യയിൽ സെൻട്രൽ പൊട്ടറ്റോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ ഷിംലയാണ്. ഷിംല എവിടെയാണ്? ഹിമാചൽ പ്രദേശ്. സോ ഇന്ത്യയുടെ സെൻട്രൽ പൊട്ടറ്റോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണെന്ന് ചോദിച്ചാൽ ഷിംല എവിടെയാണെന്ന് ചോദിച്ചാൽ ഹിമാചൽ പ്രദേശിലാണ്. ഈ പൊട്ടറ്റോസിൽ വരുന്ന വെറൈറ്റി ഓഫ് പൊട്ടറ്റോസിനെ കണ്ടെത്തുക, അതിന് വരുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണെന്ന് ഡിറ്റക്ട് ചെയ്യുക, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇപ്പോൾ സെൻട്രൽ പൊട്ടറ്റോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ അതെവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെവിടെയാണ്? ഹിമാചൽ പ്രദേശിലെ ഷിംലയാണ്. സോ ഓക്കെ, അപ്പം സെൻട്രൽ പൊട്ടറ്റോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്? ഷിംല. ഓക്കെ, ഹൂ ഇസ് ദ ഓദർ ഓഫ് ദ ബുക്ക് രാജതരംഗിണി? രാജതരംഗിണി ബുക്കിന്റെ ഓദർ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പറയാമോ? രാജതരംഗിണി എന്ന ബുക്കിന്റെ ഓദർ ആരാണെന്ന് നിങ്ങൾ പറയാമോ? രാജതരംഗിണി ബുക്ക് കൽഹണയാണ് കേട്ടോ. കൽഹണ. രാജതരംഗിണി എന്ന ബുക്കിന്റെ ഓദർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൽഹണയാണ്. കൽഹണ എന്ന് പറയുന്നത് ഒരു കാശ്മീരി പണ്ഡിതാണ്. കൽഹണ എഴുതിയ ബുക്കാണ് എന്തെന്ന് പറയുന്നത്? രാജതരംഗിണി എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ്സ് എ ഹിസ്റ്റോറിക്കൽ ബുക്ക്. രാജതരംഗിണി എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ ബുക്സ് ആണ്. ഇതിന്റെ മീനിങ് റിവർ ഓഫ് കിങ്സ് എന്നാണ്. രാജതരംഗിണിയുടെ മീനിങ് എന്താണെന്ന് ചോദിച്ചാൽ റിവർ ഓഫ് കിങ്സ് എന്നുള്ളതാണ് അതിന്റെ മീനിങ്. ഇതൊരു ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരു ബുക്കാണ്. അത് എഴുതിയിരിക്കുന്ന ആരാന്ന് ചോദിച്ചാൽ ആരാണ്? കൽഹണയാണ്. കൽഹണ. ഓക്കെ, ഇതൊരു നോർത്ത് വെസ്റ്റേൺ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിന്റെ ഹിസ്റ്ററി പറയുന്ന ഒരു ബുക്ക് കൂടിയാണ് രാജതരംഗിണി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കുറച്ച് ബുക്സ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. അപ്പം നിങ്ങൾ പറയണം ആ ബുക്സ് ആരുടെയാണെന്നുള്ളത്. ഓക്കെ, ഫസ്റ്റ് ബുക്കാണ് മൃച്ഛകടിക. മൃച്ഛകടിക പറയാമോ? മൃച്ഛകടിക ആരുടെയാണ്? അതുപോലെ നിങ്ങൾ പറയണം മുദ്രരാക്ഷസ. മൃച്ഛകടിക, മുദ്രരാക്ഷസ, ഗീതാ ഗോവിന്ദ, ദെൻ പഞ്ചതന്ത്ര, പത്മാവത് എക്സാമിന് ചോദിക്കുന്നതാണ്. പത്മാവത്. ദെൻ മാളവിക അഗ്നിമിത്ര, അഷ്ടാധ്യായ, ദെൻ അർത്ഥശാസ്ത്ര, ദെൻ ശിലപ്പതികാരം. ഓക്കെ, അപ്പൊ നിങ്ങളൊന്ന് പറയാമോ? മൃച്ഛകടിക ആരുടെയാണെന്ന് പറയും? മൃച്ഛകടിക എഴുതിയിരിക്കുന്നത് ശൂദ്രകയാണ്. മൃച്ഛകടിക ആരുടെയാണ്? ശൂദ്രകയാണ്. മുദ്രരാക്ഷസ ആരുടെയാണെന്ന് ചോദിച്ചാൽ വിശാഖദത്ത. മുദ്രരാക്ഷസ വിശാഖദത്ത. ഗീതാ ഗോവിന്ദ ജയദേവ്.
പഞ്ചതന്ത്ര വിഷ്ണു ശർമ്മ. പഞ്ചതന്ത്ര വിഷ്ണു ശർമ്മ. പത്മാവത് മാലിക് മുഹമ്മദ് ജെയ്സിയുടെയാണ്. മാലിക് മുഹമ്മദ് ജെയ്സി. മാളവിക അഗ്നിമിത്ര, അത് നിങ്ങൾ പറയണം ആരുടെയാണ് മാളവിക അഗ്നിമിത്ര. കാളിദാസ. കാളിദാസ. അഷ്ടാധ്യായ ആരുടെയാണ്? പാണിനിയുടെയാണ് അഷ്ടാധ്യായ. അർത്ഥശാസ്ത്ര. അർത്ഥശാസ്ത്ര അറിയാത്ത ആരെങ്കിലും? അർത്ഥശാസ്ത്ര ആരുടെയാണ്? കൗഡല്യ. ശിലപ്പതികാരം ആരുടെയാണ്? ഇളങ്കോ അടികൾ. ഓക്കെ, അപ്പൊ നോക്കിയേ, രാജതരംഗിണി ബുക്കാണ് വെച്ചാൽ കൽഹണയുടെയാണ്. ഞാൻ പറഞ്ഞു കാശ്മീരി പണ്ഡിറ്റാണ് കൽഹണ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് വളരെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരു ബുക്കാണ് രാജതരംഗിണി. ഇത് റെയിൽവേക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് രാജതരംഗിണി എന്നുള്ളത്. അതിൻ്റെ കൂടെ ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന കുറച്ച് ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ബുക്സ് ആണ്. മൃച്ഛകടിക ശുദ്രക, മുദ്രരാക്ഷസ വിശാഖദത്ത, ഗീതാ ഗോവിന്ദ ജയദേവ്, പഞ്ചതന്ത്ര വിഷ്ണു ശർമ്മ, പത്മാവത് മാലിക് മുഹമ്മദ് ജെയ്സി, മാളവിക അഗ്നിമിത്ര കാളിദാസ, അഷ്ടാധ്യായ പാണിനി, അർത്ഥശാസ്ത്ര കൗടില്യ, ശിലപ്പതികാരം ഇളങ്കോ അടികൾ. ഈ പറഞ്ഞ ഈ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ബുക്സ് ആണ് ഇതെല്ലാം. ഇതിലൊന്നും മാറ്റി നിർത്താനില്ല. ഇതെല്ലാം എല്ലാ വട്ടവും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ബുക്സ് ആണ്. ഓക്കെ, ശരി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡിസീസസ് കോസ്ഡ് ബൈ വൈറസ്? അതിൽ ഓപ്ഷൻ തന്നിട്ടില്ല. അതിൽ ഓപ്ഷനിൽ ഉണ്ടായിരുന്നത് വെച്ചിട്ട് വൈറസ് ഡിസീസ് എന്ന് പറയുന്നത് ചിക്കൻ പോക്സ് ആയിരുന്നു. സോ ഈ ബയോളജിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, കാരണം റെയിൽവേ സംബന്ധിച്ചിടത്തോളം റെയിൽവേ എക്സാമിന് ഏറ്റവും വെയിറ്റേജ് ഉള്ളത് സയൻസ് സബ്ജക്റ്റുകൾക്കാണ്. സയൻസ്, ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയുമാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പം ബയോളജിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 2 ഏരിയ ആണ്. ഒന്ന് വൈറ്റമിൻസ് എന്നുള്ള ഒരു ഏരിയ, 2 ഡിസീസ് എന്നുള്ള ഒരു ഏരിയ. ഓക്കെ, അപ്പം ഡിസീസ് പല ടൈപ്സ് ഓഫ് ഡിസീസ് ഉണ്ടല്ലേ. വൈറസ് ഡിസീസ് ഉണ്ട്, ബാക്ടീരിയ ഡിസീസ് ഉണ്ട്, പ്രോട്ടോസോവ, ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിസീസുകൾ ഉണ്ട്. അതിൽ വൈറസ് പരത്തുന്ന രോഗങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ചിക്കൻ പോക്സ് ഒരു വൈറസ് രോഗമാണ്. അപ്പോൾ വൈറസ് പരത്തുന്ന രോഗങ്ങൾ പഠിച്ചിരിക്കാനായിട്ടൊരു കോഡ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. DYSPക്ക് ജലദോഷം, DYSPക്ക് ജലദോഷവും മച്ചമ്പിക്ക് ജപ്പാൻ ജ്വരം. മച്ചമ്പിക്ക് ജപ്പാൻ ജ്വരം. ഓക്കെ, DYSPക്ക് ജലദോഷവും മച്ചമ്പിക്ക് ജപ്പാൻ ജ്വരം. ഇതാണ് വൈറസിൻ്റെ പഠിക്കാനുള്ള ഒരു കോഡ്. ഇത് പലയിടത്തും നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു കോഡ് തന്നെ ആയിരിക്കാം. അപ്പോൾ എന്നാലും ഈ ഒരു കോഡ് പഠിച്ചു വെച്ചാൽ പ്രധാനപ്പെട്ട എല്ലാ വൈറസ് രോഗങ്ങളും നമുക്ക് പെട്ടെന്ന് എക്സാമിന് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു കോഡ് DYSPക്ക് ജലദോഷവും മച്ചമ്പിക്ക് ജപ്പാൻ ജ്വരം. അതിൽ D എന്താണെന്ന് അറിയാമോ? D ഫോർ ഡെങ്കി ഫീവർ. D ഡെങ്കി ഫീവർ ആണ്. Y യെല്ലോ ഫീവർ. S സ്മാൾ പോക്സ്. സ്മാൾ പോക്സും നമുക്ക് സാസും പറയാം. P ഫോർ പോളിയോ. പിന്നെ ജലദോഷം, അത് കോമൺ കോൾഡ്. ജലദോഷം എന്ന് പറയുന്നത് വൈറസ് ഡിസീസ് ആണെന്നുള്ളത് മനസ്സിലാക്കുക. ദെൻ മച്ചമ്പി നോക്കിയേ. M ഫോർ മീസിലസ്. A ഫോർ എന്താണ്? എയ്ഡ്സ്. C ഫോർ ചിക്കൻ പോക്സ്. H ഫോർ ഹെപ്പറ്റൈറ്റിസ്. H for hepatitis. E for Ebola. For Ebola. M for mumps. For mumps. Okay. Measles. Meningitis പറയാം, മംസും ഉണ്ട്. P for ഇവിടെ P എന്ന് എഴുതിയിരിക്കുന്നത് പക്ഷിപ്പനി, പന്നിപ്പനിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. പക്ഷിപ്പനി, അത് ഞാൻ ഇത് ഇംഗ്ലീഷിലങ്ങ് എഴുതിയതാണ്. പക്ഷിപ്പനി, പന്നിപ്പനി. പക്ഷെ ഇതിങ്ങനെ അല്ലല്ലോ പറയുന്നത്. പക്ഷിപ്പനിക്ക് പറയുന്നത് എന്താണ്? H5N1. പന്നിപ്പനി ആണെങ്കിൽ H1N1 അല്ലേ? പക്ഷിപ്പനി ആണെങ്കിൽ H5N1ഉം പന്നിപ്പനി ആണെങ്കിൽ H1N1ഉം. അത് രണ്ടും വൈറസ് ഡിസീസാണ്. I ഫോർ ഇൻഫ്ലുവൻസ. I എന്താണ്? ഇൻഫ്ലുവൻസ. ദെൻ ജപ്പാൻ ജ്വരം എന്താണ്? ജാപ്പനീസ് എൻസെഫലൈറ്റിസ് ആണ്. ജാപ്പനീസ്
ജാപ്പനീസ് എൻസെഫലൈറ്റിസ് ആണ്. ഓക്കെ, അപ്പം പ്രധാനപ്പെട്ട ഇതിനകത്ത് നമുക്ക് COVID-19 ഇല്ലേ, ഇത് വൈറസ് അല്ലേ COVID-19 എന്ന് പറയുന്നത്, അതെ. നിപ്പ ഇല്ലേ, നിപ്പ വൈറസ് വരുത്തുന്നതല്ലേ. ഓക്കെ, അപ്പം പ്രധാനപ്പെട്ടതാണ് പറയുന്നത് ഈ ഒരു കോഡിൽ പഠിച്ചു വെച്ചേക്കുന്നത്. DYSPക്ക് ജലദോഷവും മച്ചമ്പിക്ക് ജപ്പാൻ ജ്വരവും എന്നുള്ളത്. അപ്പോൾ DYSP ഡെങ്കി ഫീവർ, D for dengue fever, Y yellow fever, small pox, S, P for small poxും സാസും ഉണ്ട്, P for polio, M measles, A AIDS, C chicken pox, H hepatitis, E ebola, M for mumps, P പക്ഷിപ്പനി പന്നിപ്പനി H5N1, H1N1, I influenza, Japanese encephalitis, COVID-19, നിപ്പ. സോ ഇതിൽ ഈ പറയുന്ന എന്ത് ചോദിച്ചാലും ഇതെല്ലാം വൈറസ് രോഗങ്ങളാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇൻ വിച്ച് ഇയർ വാസ് ദ സെക്കൻഡ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട് ഫോർട്ട് ബിറ്റ്വീൻ അക്ബർ ആൻഡ് ഹെമു? അക്ബറും ഹെമുവും തമ്മിൽ സെക്കൻഡ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട് വർഷമാണ് ചോദിച്ചത്. അപ്പോൾ റെയിൽവേയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ മനസ്സിലാക്കുക, പ്രധാനമായും 3 ബാറ്റിൽ ഓഫ് പാനിപ്പട്ടുകളാണുള്ളത്. ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട് എന്ന് പറയുന്നത് എന്നാണ്? ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട് ഇത് പരീക്ഷകളിൽ ഉറപ്പായും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട് 1526 1526 ആണ്. ആരൊക്കെ തമ്മിലാണെന്ന് ചോദിച്ചാൽ ബാബറും ഇബ്രാഹിം ലോധിയാണ്. ബാബർ, ഇബ്രാഹിം ലോധി. ഡൽഹി സുൽത്താനേറ്റ് അവസാനിക്കുകയും മുഗൾ വംശം ആരംഭിക്കുകയും ചെയ്യുന്ന ഒരു ബാറ്റിലാണ് ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട്. ബാബർ, ഇബ്രാഹിം ലോധി 1526. സെക്കൻഡ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട് ആണ് ചോദിക്കുന്നതെങ്കിൽ സെക്കൻഡ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട് 1556 ആരൊക്കെ തമ്മിലാണെന്ന് ചോദിച്ചാൽ അക്ബറും ഹെമുവും തമ്മിലാണ്. അക്ബർ വെസസ് ഹെമു ആണ്. അത് മുഗളാണ് അത് ജയിക്കുന്നത്. ആ ഒരു പാനിപ്പട്ട് സെക്കൻഡ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ടിൽ വിജയിക്കുന്നത് അക്ബർ ആണ്. Then third battle of Panipat in the year 1761. ആരൊക്കെ തമ്മിലാണെന്ന് ചോദിച്ചാൽ മറാത്ത എംപയർ വേഴ്സസ് ദുരാനി എംപയർ ആണ്. ഓക്കെ, ആ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട് ഇൻ ദ ഇയർ 1526. മറക്കരുത്, വർഷമാണ് ചോദിക്കുന്നത്. ബാബർ, ഇബ്രാഹിം ലോധി. സെക്കൻഡ് 1556 അക്ബർ, ഹെമു. തേർഡ് 1761 മറാത്ത എംപയറും ദുരാനി എംപയറും ആണ്. ഈ മറാത്ത എംപയറിന്റെ ഫൗണ്ടർ ആരാണ്? നിങ്ങൾക്കറിയാമല്ലോ, മറാത്ത എംപയർ ശിവജിയാണ്. ഛത്രപതി ശിവജിയാണ് മറാത്ത എംപയറിന്റെ ഫൗണ്ടർ എന്ന് പറയുന്നത്. ഈ മറാത്തയുടെ ക്യാപിറ്റൽ എവിടെയാണെന്ന് വെച്ചാൽ റായ്ഗഡ് ആണ്. റായ്ഗഡ് ആയിരുന്നു മറാത്ത എംപയറിന്റെ ക്യാപിറ്റൽ. അതുപോലെ ശിവജിയുടെ മന്ത്രിസഭ അറിയപ്പെടുന്ന പേരെന്തായിരുന്നു? അഷ്ടപ്രധാൻ. കേട്ടോ, ശിവജിയുടെ മന്ത്രിസഭ അറിയപ്പെട്ട പേരാണ് അഷ്ടപ്രധാൻ. അദ്ദേഹത്തിന്റെ ഈ മറാത്തയുടെ ക്യാപിറ്റൽ റായ്ഗഡ് ആണ്. മറാത്ത എംപയറിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത് ആരാന്ന് ചോദിച്ചാൽ ശിവജിയാണ്. പരീക്ഷയിൽ ചോദിക്കുന്നതാണ്. ഈ 3 ബാറ്റിൽ ഓഫ് പാനിപ്പട്ടിന്റെ വർഷവും ആരൊക്കെ തമ്മിലാണുള്ളതും നിങ്ങൾ കൃത്യമായി അത് പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പം നമ്മൾ ഇന്നൊരു 10 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഈ 10 ക്വസ്റ്റ്യൻസും റെയിൽവേക്ക് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. അതിൻ്റെ മാക്സിമം എക്സ്പ്ലനേഷൻസ് നിങ്ങൾക്ക് ഞാൻ തന്നിട്ടുണ്ട്. അപ്പം ഇനി വരുന്ന ക്ലാസ്സുകളിൽ, ഇനി അങ്ങോട്ട് ഇതൊരു സീരിയസ് ആയിട്ടാണ് നമ്മൾ ചെയ്യണത്. അപ്പം ഇനി വരുന്ന ക്ലാസ്സുകളിൽ കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്ത് നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻസ് ഒക്കെ പറഞ്ഞു തരും. അങ്ങനെ നിങ്ങളുടെ എക്സാമിന് പോകുമ്പോഴത്തേക്കും നമുക്ക് റെയിൽവേക്ക് ചോദിച്ചിട്ടുള്ള നമുക്ക് മാക്സിമം തീർക്കാൻ നമുക്ക് ശ്രമിക്കാം. മാക്സിമം ക്വസ്റ്റ്യൻസ് നമുക്ക് തീർത്തിട്ട് വേണം നമുക്ക് എക്സാമിനായിട്ട് പോകാനായിട്ട്. അപ്പം എക്സാം എഴുതുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കുക, എക്സാമിന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് മുന്നോട്ട് പോവുക. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്യാവശ്യം ചെയ്യേണ്ട ഒരു കാര്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ക്ലാസ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പം അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ടേക്ക് കെയർ, ബൈ.